തളാപ്പിൽ കൗൺസിലർ സ്വന്തം നിലയിൽ ക്യാമറ സ്ഥാപിച്ചതിനെതിരെ പൊട്ടിത്തെറിച്ച് മേയർ. അർച്ചന വണ്ടിച്ചാലിനെതിരെ നടപടി ഉണ്ടാകുമെന്ന മേയറുടെ മുന്നറിയിപ്പ്. ഇത് നിങ്ങൾക്ക് എഴുതി തന്ന സ്ഥലമാണോ എന്ന കൗൺസിലിൽ മേയർ. കൗൺസിലിൽ BJP അംഗങ്ങളും മേയറും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റവും ഉണ്ടായി. പോലീസ് സ്റ്റേഷനിലോ കോർപ്പറേഷനിലോ ആണ് മോണിറ്ററിംഗ്. നിങ്ങളുടെ മൊബൈലിൽ മോണിറ്ററിംഗ് ചെയ്താൽ എന്ത് റിസൾട്ട് ഉണ്ടാവും? ഒന്ന് നിങ്ങൾ പറയൂ. ആരാണ് ഇതിന്റെ ഉത്തരവാദിത്വം? അങ്ങനെ കൗൺസിൽ സെക്രട്ടറി ആണോ? ഇവിടെ എന്തിനാ കൗൺസിൽ എത്തില്ല? മേയർക്ക് അധികാരമില്ല. മേയർക്ക് അധികാരമില്ലെങ്കിൽ അന്ന് തന്നെ മേയർ കൗൺസിലർക്ക് തന്നെ. എന്താ പിന്നെ കൗൺസിൽ ഒരു കാര്യം ചെയ്താൽ മതി. ഇവിടുത്തെ ഫണ്ട് ഒന്നും എടുക്കണ്ട. നിങ്ങൾ സ്വന്തം നാട്ടുകാരുടെ ഫണ്ട് എടുത്തിട്ട് നിങ്ങൾ ഇന്റർമീഡിയറെ വിളിച്ചിട്ട് നിങ്ങൾ കാര്യം ചെയ്തോ. വേറെ ഒന്നും ചെയ്യാൻ പാടില്ലല്ലോ. ഇങ്ങനെയാണോ സംവിധാനം പ്രവർത്തിക്കേണ്ടത്? അല്ല, ഒരു സംവിധാനം പ്രവർത്തിക്കുക ഈ തരത്തിലാണോ? നമുക്കറിയില്ല. ഞാൻ 15 വർഷമായി ഒരു ജനപ്രതിനിധിയായിരിക്കുന്നു. നമ്മൾ ഇതുവരെ നമ്മളെ സഹായിക്കാൻ ആളുണ്ട്. നമ്മൾ ചോദിച്ചാൽ കമ്പനികളും ക്ലബുകളും വരും. ഇഷ്ടംപോലെ എല്ലാ കൗൺസിലർമാർക്കും വരും. ഒരാൾക്ക് മാത്രമല്ല, ഓരോ കൗൺസിലർമാർക്കും ക്ലബുകളും ആളുകളും സഹായിക്കാനുണ്ടാവും. അതല്ല അതിന്റെ ശരിയായ രീതി. കൗൺസിൽ അംഗീകാരം നേടി അതിനെ എങ്ങനെയാണ് മോണിറ്റർ ചെയ്യുക, ആരാണ് മോണിറ്റർ ചെയ്യുക, അതിന്റെ കൃത്യമായ കാര്യത്തോടു കൂടി ചെയ്യാൻ അംഗീകരിച്ച് ചെയ്യുന്നതിൽ തെറ്റില്ല. ഇത് വലിയ ആഘോഷപൂർവ്വം പാർട്ടി പരിപാടിയായി നടത്തുക, പബ്ലിക് നമ്മൾ വിളിക്കുക, ആ ഡിവിഷനിലുള്ള ആളുകൾ നമുക്ക് പരാതി തരിക, നമ്മളെ നോമ്പ് കുത്തിയാക്കുക, കോർപ്പറേഷൻ അറിയില്ല എന്ന് പറയാം, മേയറെ വിളിച്ചു ചോദിക്കുമ്പോൾ പത്രക്കാർ മാധ്യമക്കാരെ വിളിച്ചു ചോദിക്കുമ്പോൾ നമ്മൾ അറിയില്ല എന്ന് പറയാം. ഇതെല്ലാം നിങ്ങൾക്ക് എഴുതി തന്നതാണോ? ഒരു ക്യാമറ സ്ഥാപിച്ചിട്ട് കൗൺസിലറുടെ മൊബൈലാണോ? ഒരു പരസ്യ പബ്ലിക്കിന്റെ മോണിറ്റർ ചെയ്യേണ്ട കൗൺസിലറുടെ മൊബൈലിലാണോ? എന്ത് നിയമ സംവിധാനം? മൊബൈൽ മാത്രമല്ലോ യോജിപ്പിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഡിവിഷന്റെ മാലിന്യ സംസ്കാരത്തിന്റെ നിർമ്മാണം ചെയ്യുന്ന പദ്ധതിക്കാണ് തടസ്സം നിൽക്കുന്നത്. മനോജുമയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, തളാപ്പിൽ കൗൺസിലർ സ്വന്തം നിലയിൽ ക്യാമറ സ്ഥാപിച്ചതിനെതിരെയാണ് മേയർ പൊട്ടിത്തെറിച്ചത്. എന്താണ് സംഭവിച്ചത്? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? കൃഷ്ണേന്ദു, ഇന്ന് നടന്ന കോർപ്പറേഷൻ കൗൺസിലാണ് ഈ വാഗ്വാദം ഉണ്ടായത്. രൂക്ഷമായ വാക്കേറ്റമാണ് മേയറും അതോടൊപ്പം തന്നെ BJP കൗൺസിലർമാരും തമ്മിലുണ്ടായത്. കഴിഞ്ഞ ദിവസമാണ് തളാപ്പ് ടെമ്പിൾ ഡിവിഷനിൽ ഈ CCTV ക്യാമറകൾ സ്ഥാപിച്ചത്. ഈ സ്വകാര്യ സംരംഭകരുടെ സഹായത്തോടുകൂടി ഈ കൗൺസിലർ അർച്ചന വണ്ടിച്ചാൽ ഇടപെട്ടാണ് ഈ ക്യാമറ സ്ഥാപിച്ചത്. രാജ്യസഭാംഗം സദാനന്ദ മാസ്റ്ററാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇന്നത്തെ ഈ കൗൺസിലിൽ രൂക്ഷമായ വാക്കേറ്റത്തിന് അതോടൊപ്പം തന്നെ മേയറുടെ ഒരു മുന്നറിയിപ്പിനൊക്കെ കാരണമായിട്ടുള്ളത്. ഇതെന്താ നിങ്ങൾക്ക് എഴുതി തന്ന സ്ഥലമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അതിരൂക്ഷമായ ഒരു വിമർശനമാണ് മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിരയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. കൗൺസിലറുടെ ഫോണിലേക്ക് ഇത്തരത്തിൽ ഒരു CCTV ക്യാമറയുടെ മോണിറ്ററിംഗ് നടത്തുന്നത് എങ്ങനെയാണ്? കൗൺസിലോ പോലീസോ അല്ലാതെ ഒരു കൗൺസിലറാണോ ഇത് മോണിറ്റർ ചെയ്യേണ്ടത് എന്ന ചോദ്യമാണ് മേയർ ഉയർത്തിയത്. നിങ്ങൾക്ക് ഇത് മോണിറ്റർ ചെയ്യാനുള്ള എന്ത് അധികാരമാണുള്ളത്? ഇതിൽ എന്ത് നടപടിയാണ് നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുക എന്ന ചോദ്യമാണ് ഈ കൗൺസിലറോട് മേയർ ചോദിച്ചത്. ഇതിന്റെ ആക്സസ് കോർപ്പറേഷൻ സെക്രട്ടറിക്ക് അയച്ചു കൊടുത്തു എന്നാണ് ഇതിന് മറുപടിയായി അർച്ചന വണ്ടിച്ചാൽ പറഞ്ഞത്. പക്ഷേ കൗൺസിലിന്റെ അംഗീകാരമില്ലാതെ ഇങ്ങനെ ഒരു CCTV ക്യാമറകൾ ഒരു കൗൺസിലർക്ക് എങ്ങനെ സ്ഥാപിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ചോദ്യമാണ് മേയർ വീണ്ടും ഉന്നയിച്ചത്. ഇവിടെ ഒരു ഭരണ സംവിധാനമുണ്ട്. മറ്റ് കൗൺസിലർമാർക്കും ഇതൊരു താക്കീതാണ്. ഇങ്ങനെ സ്വന്തം നിലയിൽ ഫണ്ടുകൾ ഉപയോഗിച്ച് ക്യാമറയും മറ്റും സ്ഥാപിക്കുന്നത് നിയമവിരുദ്ധമാണ്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. 200ഓളം ക്യാമറകൾ ഇതിനകം തന്നെ കോർപ്പറേഷൻ സ്ഥാപിച്ചിട്ടുണ്ട്. ക്യാമറ ഒരു വ്യക്തി സ്ഥാപിക്കണമെന്ന് വിചാരിക്കുന്നത് ശരിയല്ല. നിരവധി പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട്. ഈ മാലിന്യ പ്രശ്നം അവിടെ രൂക്ഷമാണ് എന്നായിരുന്നു അപ്പോൾ അർച്ചന വണ്ടിച്ചാലിന്റെ ഒരു മറുവാദം. ആ പ്രദേശത്ത് രൂക്ഷമായ മാലിന്യം തള്ളുന്ന പ്രശ്നം അതിരൂക്ഷമാണ്. അതോടൊപ്പം തന്നെ മോഷ്ടാക്കളുടെ ശല്യമുണ്ട്. ഇതൊക്കെ ഉള്ളത് കൊണ്ട് ആളുകൾ പരാതിപ്പെട്ടതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ക്യാമറ സ്ഥാപിച്ചത് എന്നായിരുന്നു കൗൺസിലർ അർച്ചന വണ്ടിച്ചാൽ പറഞ്ഞത്. പക്ഷേ
കോർപ്പറേഷനിലെ കൗൺസിലർമാർ വിചാരിച്ചാൽ സ്വകാര്യ വ്യക്തികൾ ഇതുപോലെ ഈ ക്യാമറകളൊക്കെ സ്ഥാപിക്കാൻ മുന്നോട്ട് വരും. എല്ലാവരും അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ പിന്നെ കോർപ്പറേഷന്റെ ഒരു ഭരണ സംവിധാനം പ്രവർത്തിക്കുന്നത് എന്തിനാണ് എന്നായിരുന്നു മേയറുടെ ഒരു മറുചോദ്യം. ഇങ്ങനെ ഈ രീതി ശരിയല്ല എന്ന് തന്നെ മേയർ പറയുകയും ചെയ്തു. ഈ സ്ഥലം നിങ്ങൾക്ക് എഴുതി തന്ന സ്ഥലമൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിലപാട് കടുപ്പിക്കുകയാണ് ചെയ്തത്. നടപടി ഉണ്ടാകും എന്ന് അതിശക്തമായ ഭാഷയിൽ തന്നെ മേയർ വ്യക്തമാക്കുകയും ചെയ്തു. ഈ ഒരു പാർട്ടി പരിപാടിയായി അവിടെ ഒരു CCTV ക്യാമറ സ്ഥാപിച്ച പരിപാടി സംഘടിപ്പിക്കുകയും അതിന്റെ ആക്സസ് സ്വന്തം നിലയിൽ ഈ കൗൺസിലർ മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന കർശനമായ നിലപാട് തന്നെയാണ് ഈ കൗൺസിലിൽ എടുത്തിട്ടുള്ളത്. വലിയ രൂക്ഷമായ ഭാഷയിൽ മേയർ പൊട്ടിത്തെറിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ കൗൺസിലിൽ സംസാരിച്ചത്. അതിശക്തമായ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നും മേയർ വ്യക്തമാക്കിയിട്ടുണ്ട്. കൃഷ്ണേന്ദു.